നമസ്കാരം. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മമ്മൂട്ടി കമ്പനി തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ 11 ദിവസത്തെ ഒഫീഷ്യൽ ആഗോള കളക്ഷൻ റിപ്പോർട്ടാണ് ടെർബോ സിനിമയുടെ നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ 12 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാൻ ഒരുങ്ങുകയാണ് ടെർബോ എന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം. ചിത്രത്തിന്റെ 11 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഏകദേശം 11 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 31,25,00,000 രൂപയാണ്. ഈ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനിലേക്ക് പോകുമ്പോൾ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 11 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 2,45,00,000 രൂപയാണ്. ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസിലേക്ക് പോകുമ്പോൾ 1,35,00,000 രൂപയും ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ 1,21,00,000 രൂപയുമാണ് ടെർബോ 11 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 5 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് ഏകദേശം 36,26,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റും പുറത്തു വരുമ്പോൾ ഓവർസീസിൽ വൻ റിലീസാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഒരുക്കി വെച്ചിരുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടെർബോ എന്ന ചിത്രം 11 ദിവസങ്ങൾ കൊണ്ട് ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 34 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 11 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 70 കോടിക്ക് മുകളിലും ഇതോടെ കളക്ട് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സിനിമകളൊന്നും റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രമായിട്ട് തന്നെ ടെർബോ സിനിമയ്ക്ക് 100 കോടി ക്ലബിൽ ഇടം നേടാൻ സാധിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ടെർബോ സിനിമയുടെ 100 കോടി തിയേറ്റർ കളക്ഷൻ നേടാൻ കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.